ആ സ്ത്രീ എത്ര ഒച്ച വെച്ച് കറങ്ങിയിട്ടും ഒരാൾ പോലും അവരെ സഹായിക്കാൻ പോയില്ല. വർഷം 1964 ന്യൂയോർക്കിലെ ക്വീൻ സിറ്റിയിൽ അവരുടെ ബാർടെൻഡറായിട്ടുള്ള ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയായിരുന്ന കിറ്റി ജിനോസിന് പെട്ടെന്ന് തന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അവർ സ്പീഡ് കൂട്ടിയപ്പോഴേക്കും ബാക്കിലുണ്ടായിരുന്ന ആൾ അവരുടെ മേത്തേക്ക് ചാടി വീണ് കയ്യിലുണ്ടായിരുന്ന കത്തി യൂസ് ചെയ്ത് 3 പ്രാവശ്യം അവരെ സ്റ്റാബ് ചെയ്തു. പെട്ടെന്ന് അങ്ങനെയൊക്കെ കുതിറി ഓടി കിട്ടി അവരുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെത്തി സഹായത്തിന് വേണ്ടി അലറി വിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് അപ്പാർട്ട്മെന്റ്സിലെ ലൈറ്റ് എല്ലാം ഓണായി ആളുകൾ ജനലിലൂടെ വന്ന് എത്തി നോക്കാൻ തുടങ്ങി. പക്ഷെ അവരാരും സഹായിക്കാൻ ഇറങ്ങി ചെന്നില്ല, പോലീസിനെ വിളിച്ചില്ല. അവരെല്ലാവരും ഒരുപോലെ ചിന്തിച്ചു വേറൊരാൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമെന്ന്. ഇത് മനസ്സിലാക്കിയ കില്ലർ വീണ്ടും അവിടേക്ക് വന്നു. അവരെ വീണ്ടും ആക്രമിച്ചു, റേപ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്തു. 38 ആളുകൾ നോക്കി നിൽക്കെ കിറ്റി ജെനോവസ് എന്ന സ്ത്രീ അവിടെ ചോര വാർന്നു മരിച്ചു. കിറ്റി ജെനോവസിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന വാക്ക് ഗ്ലോബൽ അറ്റൻഷൻ നേടുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. റോഡിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇടപെട്ട് തീർക്കാൻ പറ്റിയിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളും ചിന്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ്, വേറെ ആരെങ്കിലും വന്ന് പ്രശ്നം തീർക്കുമായിരിക്കുമെന്ന്. ദിസ് ഈസ് ബൈസ്റ്റാൻഡർ എഫക്റ്റ്. ആൻഡ് ഇമാജിൻ വാട്ട് ഇഫ് എവ്രി വൺ സ്റ്റാർട്ട്സ് ടു തിങ്ക് ലൈക്ക് ദിസ്. ബൈസ്റ്റാൻഡർ എഫക്റ്റ് ഈസ് നോട്ട് എ മെൻ്റൽ ഇഷ്യൂ, ഇറ്റ്സ് മോർ ലൈക്ക് എ സിറ്റുവേഷൻ ഇഷ്യൂ. എല്ലാവരും കണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നോ വൺ ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ അൺലെസ് യു ഡിസൈഡ് ടു ബി. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡ് ബൈസ്റ്റാൻഡർ എഫക്റ്റ്. എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. And don't wait for the help, try to be the help.